വയർലെസ് മൈക്കാണിത്. 600 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. ഞാൻ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് ഇല്ലാതെയാണ്. മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. എനിവേ ഞാൻ നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ കൂടെ കണക്ടർ വരുന്നുണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ ബാക്കിൽ കുത്താനുള്ളത്. ഇതൊരു ബോക്സാണ്. ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൈക്ക് വരുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. വയറിങ് എങ്ങനെയാണ് എല്ലാം ഇതിൽ മെൻഷൻ ചെയ്ത് പവർ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ പോകാം. ഞാൻ ഓണാക്കി കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കാം. ടി വി വർക്ക്, ടിവിയുടെ സൗണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡിഫറൻസ് കാണിച്ചു തരാവേ. ഇതിൽ നോയ്സ് റിഡക്ഷൻ മൈക്കിലാണ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും അടുത്ത് വെച്ചിട്ടുള്ളതും ഇനി ഞാൻ ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ടൊന്ന് സംസാരിക്കാം. ഓൾറെഡി ടി വി ഓൺ ആണ് കേട്ടോ. ടി വിയിൽ സൗണ്ട് കിട്ടുന്നത് ഡ്രസ്സിൽ കണക്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കുന്ന പോലെ കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഈ കാണുന്ന ക്യാപ്പ് എടുത്ത് കളഞ്ഞിട്ട് സംസാരിച്ചു. എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒന്ന് സംസാരിക്കാം. അതായത് ഡ്രസ്സിൽ കണക്ട് ചെയ്തിട്ട് വിത്തൗട്ട് ഈ ക്യാപ്പില്ല. നിങ്ങൾക്ക് സൗണ്ടിൽ തന്നെ മനസ്സിലാവും. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈസിയാണ്. ഇത് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. കയ്യിൽ പിടിച്ച് സംസാരിക്കാം. ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. കുറച്ച് നേരത്തെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വോയിസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രൊഡക്റ്റ്. പിന്നെ ഇവർ അഷ്വർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2.4G വയർലെസ് ആണ്. വയർലെസ് ഓപ്പറേഷൻ റേഞ്ച് വരുന്നത് 10 ആണ്. സ്ട്രീമിംഗ് ഓൺലൈൻ മീറ്റിംഗ്സിനൊക്കെ യൂസ് ചെയ്യാമെന്നാണ് ഇവർ. ഈ മൈക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണം. ഐഫോൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐഫോണിൽ നിങ്ങൾക്ക് മൈക്ക് ഇല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നല്ല സൗണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഒരുപാട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു മൈക്ക് വേണം. ബട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് കാശില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിജിറ്റെക്കിൻ്റെ ഈ മൈക്കിലേക്ക്. അതിനുശേഷം പോകെ പോകെ നിങ്ങൾക്ക് ചാനൽ ഗ്രോത്ത് ആവുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നല്ല വലിയ കാശിൻ്റെ നല്ലൊരു അഫോർഡബിൾ റേഞ്ച്, അതായത് ഒരു 600-700, അതായത് ഇത് ഞാൻ വാങ്ങിച്ചത് 600-നാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് നിങ്ങളൊരു മൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റെക്ക് ഒബ്വിയസ്ലി ഒരു നല്ലൊരു ബ്രാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്രൊഡക്റ്റിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടായി.